നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളു. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. അവർക്കും ബിജീഷ് ഉള്ളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാം. നിഫ്റ്റിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മാർക്കറ്റിൽ അത് വന്നിരിക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിന്റെ ക്യാനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പല വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, 3-4 ദിവസം എടുത്തിട്ടുള്ള ഒരു മൂവ്മെന്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ദിവസത്തെ മൂവ്മെന്റിന് സാധിക്കും. അതായത് 3-4 ദിവസം എടുത്തിട്ടുള്ള ഒരു പ്രോഫിറ്റ് പോകാനായിട്ട് ഒറ്റൊരു ദിവസം മതി. ഈ കൺസെപ്റ്റ് എപ്പോഴും നമ്മളത് മനസ്സിലാക്കണം. മാർക്കറ്റിലൊരു ഫാള് വരുമ്പോൾ, മാർക്കറ്റിലൊരു നഷ്ടം വരുമ്പോഴും ഇതേപോലെയാണ് മാർക്കറ്റിന്റെ ആ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇത് പറഞ്ഞാണ്, 22,050 താഴത്തേക്ക് നിലനിർത്തിയപ്പോൾ ഇന്നലത്തെ വീഡിയോസിൽ നമ്മൾ അത് സൂചിപ്പിച്ചു. 22,050 മുകളിലേക്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാൻ സാധിക്കാതെ വന്നപ്പോൾ തന്നെ നമ്മളത് പറഞ്ഞു. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. കാരണം മാർക്കറ്റിന്റെ ഒരു റാലി വലിയ രീതിയിലാണ്, അതിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഇത് ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിലാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിലല്ല, ഇതൊരു ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ്. ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിലും ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും രണ്ടും ഡിഫറൻ്റ് ആണ്. മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് പറയുന്ന ഒരു കൺസെപ്റ്റ് മനസ്സിലായി കാണും. അപ്പൊ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി കൺസെപ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിനെ അനാലിസിസ് നടത്തിയത് ക്ലിയർ അല്ലെങ്കിൽ മാർക്കറ്റിൽ എടുക്കുന്ന ട്രേഡുകളും തെറ്റിപ്പോകും. നമ്മൾ 2 ദിവസം മുൻപ് തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കേസിൽ വാർണിംഗ് നൽകിയിരുന്നു. നമ്മുടെ റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് വരുന്നത്. ആ ലെവലിന്റെ മുകളിലേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്താതെ, ഒരു ഡെയിലി ക്യാൻഡിൽസ്റ്റിക്കിന്റെ ബേസിൽ ഒരു ക്ലോസിംഗ് നിലനിർത്താതെ നെക്സ്റ്റ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. അത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട്, ഇപ്പൊ സാധാരണ ആളുകളൊക്കെ എടുക്കുന്ന ഒരു ട്രേഡുകളാണ് ഇത്. പക്ഷെ ഞാൻ ഇതൊന്നും ഫോളോ ചെയ്യാറില്ല. ഞാൻ എക്സാക്റ്റ് ആയിട്ട് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമാണ് അത് ഫോളോ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊരു ബ്രേക്ക് ഔട്ട് ആണെന്ന് കരുതി, മുകളിലേക്ക് ഉള്ളൊരു വലിയൊരു ബ്രേക്ക് ഔട്ട് ആണെന്ന് കരുതി ബൈ ചെയ്ത് വെച്ചൊരു വലിയൊരു നഷ്ടം മാർക്കറ്റിൽ അത് സംഭവിച്ചു. കാരണം ഇത് ബൈയിലേക്ക് കടന്നിട്ടില്ല, റോങ് എൻട്രി ആണത്. അപ്പൊ പലരും ബൈ എടുക്കുന്ന ഒരു സമയത്ത് സക്സസിലേക്ക് വന്ന ട്രേഡുകളും സക്സസിലേക്ക് വന്നിട്ടുള്ള ട്രേഡിംഗ് പാറ്റേൺസും മാത്രമേ കാണുന്നുള്ളൂ. ലോസിലേക്ക് വന്നിരിക്കുന്ന പാറ്റേൺസ് ആരും നോക്കാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി കൂടുതൽ വീക്ക്നെസ് ആണ്. ബാങ്ക് നിഫ്റ്റി ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സലായിട്ടാണ് കാണുന്നത്. പക്ഷെ നിഫ്റ്റി ഒരു ബൗൺസും കൂടി ബാക്കി കാണുന്നുണ്ട്. ആ ബൗൺസിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് വന്നാലാണ് നിഫ്റ്റിയിലെ ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സൽ കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇന്ന് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകളൊക്കെ ആ ഒരു സപ്പോർട്ടിന്റെ മുകളിലേക്ക് നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. ലാസ്റ്റ് നമ്മൾ വലിയൊരു ഗ്യാപ് ഡൗൺ വന്നപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ലെവലുകൾ നൽകിയിരുന്നു. 820 റെസിസ്റ്റൻസ് ലെവല്, അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലും നമ്മളിന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. മാർക്കറ്റ് നോക്കുക, എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് നിലനിർത്താനായിട്ട് ശ്രമിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്നലത്തെ വീഡിയോസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ് ഇങ്ങനത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യേണ്ടത്. ഇത് ബൈയുടെ ഓപ്പർച്യൂണിറ്റി അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഈ ഒരു ബൈ ആക്റ്റീവ് ആകുക. ഇത് കൂടുതൽ സെല്ലിലാണ് സാധ്യത. കാരണം ഇന്നത്തെ ഒരു കറണ്ട് ഒരു ട്രെൻഡ്, കറണ്ട് ഒരു സെന്റിമെന്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിലായാലും പറയുന്ന ഒരു കാര്യങ്ങളായാലും പലതും സക്സസ് ആയിട്ട് വരും, പലതും റോങ് ആയിട്ട് വരും. പക്ഷെ നമുക്കൊരു കൂടുതൽ സക്സസ് റേറ്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും ആ ഒരു പ്രോഫിറ്റിന്റെ ഒരു പ്രോബബിലിറ്റി കൂടുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ കറക്റ്റായി എന്ന് പറഞ്ഞ് ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ലൈവ് വീഡിയോ ഞാൻ ഇടാറില്ല. കാരണം ഞാനൊരു ട്രേഡറാണ്. ഞാനൊരു വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ വർത്താനം പറഞ്ഞ് ഇരിക്കാറില്ല. കാരണം ഒരു ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം വന്നാലും
നഷ്ടം വന്നാലും ഒരേ ആറ്റിറ്റ്യൂഡാണ് ആ ട്രേഡർക്ക്. ഒരു ലാഭം വന്നുകൊണ്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞു എനിക്ക് ഇത്ര പെർസെൻറ്റേജ് ലാഭം, അവനെ വിളിച്ചു പറഞ്ഞു ഇത്ര പെർസെൻറ്റേജ് ലാഭം, 2 ലക്ഷം ലാഭം, 10 ലക്ഷം ലാഭം എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ ലാഭം അധികം നിലനിൽക്കില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ആ ലാഭം ഒരിക്കലും നിങ്ങൾക്ക് നിലനിൽക്കില്ല. നെക്സ്റ്റ് ഡേയിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലോ ആ ലാഭം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ ലാഭം വന്നാലും നഷ്ടം വന്നാലും ഓരോ ആറ്റിറ്റ്യൂഡിൽ നിൽക്കാനായിട്ട് പഠിക്കണം. അതാണ് ശരിക്കും ട്രേഡർ എന്ന് പറയുന്നത്. നമുക്ക് വരും ദിവസങ്ങളായാലും നിഫ്റ്റിനും ബാങ്ക് നിഫ്റ്റിനും എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവല്, ഇനിയൊരു ബൈ ഓപ്പർച്യൂണിറ്റി വന്നാൽ നമുക്ക് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ നമുക്ക് എങ്ങനെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നിഫ്റ്റിൻ്റെയിലും വരും ദിവസങ്ങളിൽ ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് ഇതാണ് 21,660. അപ്പോൾ 21,660 മുകളിലാണ് നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് എങ്കിൽ നമുക്ക് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ട ക്രൈറ്റീരിയ ആണ് ഈ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 21,630 മാക്സിമം സ്റ്റോപ്പ് ലോസ് ആണ് 21,630. ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇതിന്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മാർക്കറ്റ് വോളറ്റാലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് വൈഡ് മൊമെന്റത്തിന് മാർക്കറ്റിൽ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്ന ഒരു പ്ലാൻ അനുസരിച്ച് ചെയ്യുക. മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റിയും മൂവ്മെന്റും എല്ലാതും മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ ദിവസത്തെ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസ് ട്രേഡിംഗ് പ്ലാനുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 630 മുകളിലാണ്, 660 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 630 ബ്രേക്ക് ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഷോർട്ട് സെല്ലിനാണ് ഈ ഒരു ലെവൽ വരെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. ഇതിന്റെ ഒരു മുകളിൽ കയറി കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിന് അത്ര വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കരുത്. ബൈക്കായിരിക്കണം. ബൈ ആയാലും അടുത്ത റെസിസ്റ്റൻസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് ഇൻ കേസ് 21,660 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹയർ ലെവല് കാണുന്നത് 21,740 റെസിസ്റ്റൻസ് ആണ്, 790 റെസിസ്റ്റൻസ് ആണ്. ഹയർ ലെവൽ ഇത് രണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇതനുസരിച്ച് ഹയർ ലെവല് ട്രേഡിംഗ് പ്ലാൻ ചെയ്യുക. ഇനി ലോവർ ലെവലിൽ നമുക്ക് നോക്കാം. ലോവർ ലെവലിൽ സപ്പോർട്ട് നോക്കുക 21,508. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 21,508 ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത സപ്പോർട്ടിൽ വളരെ ഈസി ആയിട്ട് എത്തും 21,455. 21,455 താഴത്തേക്കും സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 21,430 ആണ്. 21,430 ആണ് അടുത്ത സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിലല്ല. ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിൽ ഇതിലും വലിയൊരു ഫാളായിരിക്കും മാർക്കറ്റിൽ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ എത്ര നാൾ നിങ്ങൾ പ്രോഫിറ്റ് എടുത്താലും ചിലപ്പോൾ ഒരു 30 അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു സ്റ്റോക്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ ഒരു സ്റ്റോക്കിൽ ചിലപ്പോൾ നിങ്ങളത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 10 ഡേയ്സ് കൊണ്ട് തന്നെ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധിക്കും, കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ശരിയല്ലെങ്കിൽ. കാരണം ഫാള് മാർക്കറ്റിൽ അങ്ങനെയാണ്. മാർക്കറ്റിൽ പലരും വലിയൊരു ഫാളുകൾ കാണാത്തവരുണ്ട്. വലിയൊരു ഫാളുകൾ മാർക്കറ്റിൽ ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അലേർട്ട് ആവുന്നത്. കൂടുതൽ എപ്പോഴും മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സലിനാണ് ഞാൻ കൂടുതൽ അലേർട്ട് ആവാറ്. മാർക്കറ്റിന്റെ ഒരു ഹയർ ലെവലിൽ നിന്ന് ട്രെൻഡ് റിവേഴ്സൽ മാർക്കറ്റിലെ ഒരു ഹയർ ലെവല് ക്യാച്ച് ചെയ്യുന്നത് എനിക്കൊരു പാഷനാണ്. അത് ഞാൻ ഏതൊരു മാർക്കറ്റിലും ഓൾമോസ്റ്റ് സിറ്റുവേഷനിലും ഞാനത് ക്യാച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിങ്ങൾ നോക്കിക്കോ 950 റിവേഴ്സൽ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ഒരു വീഡിയോ നോക്കുക. അവസാനത്തെ ഒരു വീഡിയോ ഇട്ടത്
ഈ ഒരു റെഡ് ക്യാൻഡിൽ വന്നു നിൽക്കുന്ന ഒരു സമയത്താണ്, വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. ആ വീഡിയോയിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിഫ്റ്റി 21,000 താഴത്തേക്ക് വരില്ല, 21,000 അടുത്തുനിന്ന് നിഫ്റ്റി ബൗൺസ് ചെയ്യും. ഡിസംബറിൽ മാർക്കറ്റിൽ വലിയൊരു ഫാള് മാർക്കറ്റിൽ സംഭവിക്കില്ല. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ മാർക്കറ്റിൽ കൂടുതൽ എക്സ്പീരിയൻസുമ്പോഴാണ് മാർക്കറ്റിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പലരും വിചാരിക്കുന്നത് പല ഇൻഡിക്കേറ്റേഴ്സും പല രീതികളും പല സ്ട്രാറ്റജികളും പഠിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷനിൽ നിന്ന് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന്. പ്രൈസ് ആക്ഷനിൽ നിന്ന് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ത്രൂ എക്സ്പീരിയൻസ് മാത്രമാണ്. ഹൈ എക്സ്പീരിയൻസ് വേണം. എല്ലാ മാർക്കറ്റ് സിറ്റുവേഷനും എല്ലാ ക്രാഷുകളും ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ആവുന്നത്. ഒരിക്കലും പെട്ടെന്ന് അത് ഡെവലപ്പ് ആവുന്നതല്ല. അതെല്ലാ മാർക്കറ്റ് സിറ്റുവേഷനും ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ വന്നു ചേരുന്ന ഒരു കാര്യമാണത്. ഞാൻ മാർക്കറ്റിന്റെ ഒരു ഫാൾ ആയാലും മാർക്കറ്റിന്റെ ഒരു റിവേഴ്സൽ പോയിന്റ് ആയാലും തിരിച്ചു കയറുന്ന സിറ്റുവേഷൻ ആയാലും പറയുന്നത് അത് എക്സ്പീരിയൻസ് ആണ്. വല്ലപ്പോഴും തെറ്റിപ്പോകും, പക്ഷെ ഓൾമോസ്റ്റ് സമയങ്ങളിൽ അത് ശരിയാകും. അപ്പോൾ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്തുകൊണ്ട് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഞാൻ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ആണ് ഇടുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് സാധാരണ ഇതിലും വലിയൊരു ബാങ്ക് നിഫ്റ്റി റിവേഴ്സലാണ്, ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സലാണ്. ബാങ്ക് നിഫ്റ്റി ഒന്ന് സൂക്ഷിക്കണം, കാരണം ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ സപ്പോർട്ട് പൊട്ടിയിട്ടാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ല. നിഫ്റ്റി ഓൾ ടൈം ഹൈ എന്നാണ് വരുന്നത്. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ എന്നല്ല വന്നിരിക്കുന്നത്. രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. വർക്ക് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിലും പ്ലാൻ ഞാൻ പറയുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ബാങ്ക് നിഫ്റ്റി ഒരു ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിലാണ് നിൽക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ ബാങ്ക് നിഫ്റ്റി ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇൻ കേസ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഉടനെ ബൈ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യുക. വോളറ്റാലിറ്റി ഉള്ളതുകൊണ്ട് മാർക്കറ്റിൽ ബൗൺസ് സംഭവിക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 46,260 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. 46,500 ആണ്. 500, 600 എന്ന് പറയുന്ന റേഞ്ചാണ് റെസിസ്റ്റൻസ് വരുന്നത്. 500ന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 600 ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ്. 500ന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആണ്. അതിനുശേഷം 46,950 ആണ്. കുറച്ച് വൈഡ് ആയിട്ടുള്ള റേഞ്ച് ആണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിന്റെ താഴെ 500ന്റെ താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 260 എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 260 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ലോവർ ലെവല് വേറെ അടുത്ത് സപ്പോർട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീക്ക്നെസ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ അവോയ്ഡ് ചെയ്യുക. 45,735 അടുത്തൊരു സപ്പോർട്ട്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിലാണ് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലായാലും ഈ ഒരു ലെവലിലൊന്നും യെല്ലോ ലൈൻസ് ഇല്ല. ക്വിക്കായിട്ടുള്ള ട്രേഡ് എടുക്കാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ വരുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്നില്ല. കാരണം ബാങ്ക് വീക്ക്നെസ് ആയി. ബൈയിലേക്ക് കടക്കണമെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തിയതിനു ശേഷമായിരിക്കും റൈറ്റ് ആയിട്ടുള്ള മുകളിലേക്കുള്ള ഒരു ബൈയുടെ റെസിസ്റ്റൻസുകൾ കിട്ടുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.